ഒന്ന് ആലോചിച്ചു നോക്കൂ, മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമല്ല, മറിച്ച് അസൂയയും പകയും നിറഞ്ഞ ഒരു പറ്റം അസുരന്മാരാണെന്ന് കേട്ടാൽ എങ്ങനെയുണ്ടാവും? നമ്മൾ ഇതുവരെ കേട്ട സൃഷ്ടിപ്പിന്റെ കഥകളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ, വളരെ പുരാതനവും നിഗൂഢവുമായൊരു കാഴ്ചപ്പാടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോ നമുക്ക് നേരെ ആ കഥയിലേക്ക് കടക്കാം. അപ്പോ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പ്രപഞ്ചത്തിന്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഒരു ശബ്ദം മുഴങ്ങുകയാണ്. അതൊരു വെറും ശബ്ദമായിരുന്നില്ല കേട്ടോ, അതൊരു പ്രഖ്യാപനമായിരുന്നു. ഈ ഒരൊറ്റ പ്രഖ്യാപനം മതിയായിരുന്നു താഴെയുള്ള ലോകങ്ങളിൽ ഒരു വലിയ പ്രപഞ്ചനാടകത്തിന് തുടക്കം കുറിക്കാൻ. ഈ ശബ്ദം നേരെ ചെന്ന് തറച്ചത് അഗാധതയുടെ അധിപനായ യെൽദബോത്തിന്റെ ചെവിയിലാണ്. ആ ശബ്ദത്തിന്റെ ശക്തിയിൽ അഗാധതയുടെ അടിത്തറ തന്നെ ഒന്നടങ്കം വിറച്ചുപോയി. അപ്പോഴാണ് താഴെയുള്ള വെള്ളത്തിൽ അവൻ ആ കാഴ്ച കാണുന്നത്. ശരിക്കും അതിശയകരമായ ഒന്ന്. പ്രകാശം കൊണ്ട് നിറഞ്ഞ പൂർണ്ണനായ ഒരു മനുഷ്യന്റെ പ്രതിഫലനം. ആ ദിവ്യരൂപം കണ്ടതും യെൽദബോത്തിന് ഒരു കാര്യമുറപ്പായി: അതിന്റെ ശക്തി അവന് വേണം. ഉടൻ തന്നെ അവൻ തന്റെ അസുരസൈന്യത്തോട് കൽപ്പിച്ചു. കണ്ടോ, യഥാർത്ഥത്തിന്റെ ശക്തി സ്വന്തമാക്കാൻ വേണ്ടി ഒരു പകർപ്പിനെ ഉണ്ടാക്കാനുള്ള ഒരു ഗംഭീര പ്ലാനായിരുന്നു അത്. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർമ്മാണ പദ്ധതിക്ക് അവിടെ തുടക്കമാവുകയാണ്. എണ്ണിയാൽ തീരാത്തത്ര അസുരശക്തികളാണ് ഒത്തുകൂടിയത്. എന്തിനാണെന്നോ, ആ പുതിയ മനുഷ്യരൂപത്തിന്റെ ഓരോരോ ഭാഗങ്ങളും കൂട്ടിച്ചേർക്കാൻ. ഇതൊരു സാധാരണ കെട്ടിടം പണിയുന്നതുപോലെയല്ലായിരുന്നു, ശരിക്കും ഒരു പ്രപഞ്ച ശില്പശാല തന്നെയായിരുന്നു അത്. പക്ഷേ ഒരു മിനിറ്റ്, ഈ ഭൗതിക ശരീരമുണ്ടാക്കുന്നതിനു മുൻപ് അതിനൊരു അടിത്തറ വേണ്ടേ? അതിന്റെ ആത്മാവിന്റെ ഘടന രൂപപ്പെടുത്തണമായിരുന്നു. അപ്പോ 7 മഹാശക്തികൾ മുന്നോട്ട് വന്നു. അവരാണിതിന്റെ സൈക്കിക് അഥവാ ആത്മീയ അടിത്തറ പാകിയത്. അതായത് അസ്ഥി, സ്നായുക്കൾ, മാംസം എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെയൊക്കെ അടിസ്ഥാന സത്ത. അതാണ് അവരാദ്യമുണ്ടാക്കിയത്. ആ ആത്മീയ അടിത്തറ റെഡിയായതും പിന്നെ ഒട്ടും താമസിച്ചില്ല. ആ പകർപ്പിന്റെ ഭൗതിക ശരീരം ഉണ്ടാക്കാനുള്ള സമയമായി. ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയിലെ ഫാസ്റ്റ് ഫോർവേഡ് സീൻ പോലെ സൃഷ്ടിപ്പിന്റെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു പിന്നീട് നടന്നത്. നിർമ്മാണം എന്തായാലും മിന്നൽ വേഗത്തിലായിരുന്നു. ഓരോ ഭാഗത്തിനും ഓരോ സ്പെഷ്യലിസ്റ്റുകൾ. അപ്പോ അബ്രോൺ തലയുണ്ടാക്കി. പിന്നാലെ അസ്റ്റർഗ്മെ വലത് കണ്ണും തസ്പോമോച്ചെ ഇടത് കണ്ണും കൃത്യമായി വെച്ചുപിടിപ്പിച്ചു. അരച്ചെ ഉദരവും ഫ്താവെ പൊക്കിളും എല്ലാം അതാതിന്റെ സ്ഥാനത്ത് വന്നു. കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയാൽ ഗസോടെ, ആമാശയം, ജീവന്റെ തുടിപ്പായ ഹൃദയം, അഗ്രോമൗന, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അത്രയും കൈകൾ ചേർന്ന് ആ മഹാരൂപം പതിയെ പൂർണ്ണതയിലേക്കെത്തുകയായിരുന്നു. അപ്പോ ഈ ശരീരം പണിയുന്നതിനൊക്കെ മുകളില് വേറെ 4 പ്രധാനികളുണ്ടായിരുന്നു. മനുഷ്യന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നിയോഗിക്കപ്പെട്ട 4 അസുരന്മാർ. അവര് വെറും പണിക്കാരായിരുന്നില്ല, മറിച്ച് മനുഷ്യന്റെ സ്വഭാവത്തെ തന്നെ ഡിസൈൻ ചെയ്തവരായിരുന്നു. സുഖം, ആഗ്രഹം, ദുഃഖം, ഭയം, ഈ 4 അടിസ്ഥാന വികാരങ്ങൾ അവർ ആ സൃഷ്ടിയുടെ ഓരോ അണുവിലും അങ്ങോട്ട് കലർത്തി ചേർത്തു. അപ്പോ ഈയൊരു ഭീമൻ പ്രോജക്റ്റിന് പിന്നിൽ മൊത്തം എത്ര പേരുണ്ടായിരുന്നെന്നോ? 365 അസുരന്മാർ. ഒരു വർഷത്തിലെ ദിവസങ്ങളുടെ എണ്ണത്തിന് തുല്യം. ചിലപ്പോ മനുഷ്യന്റെ ഓരോ ദിവസവും നിയന്ത്രിക്കാൻ ഓരോ അസുരൻ. അങ്ങനെ ആയിരിക്കാം അവരെ കണക്കുകൂട്ടിയത്. എന്തായാലും ആത്മീയവും ഭൗതികവുമായ ഈ ശരീരം പൂർത്തിയാക്കാൻ എന്തുമാത്രം അധ്വാനം വേണ്ടി വന്നിട്ടുണ്ടാവുമെന്നോ ഒന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെ മാസങ്ങൾ നീണ്ട അധ്വാനത്തിനൊടുവിൽ ആ സൃഷ്ടി പൂർത്തിയായി. നോക്കി നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു അതിന്. ഒരു മഹത്തായ, ഒരു തരി പോലും കുറവില്ലാത്ത ഒരു ശില്പം പോലെ. പക്ഷേ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. അതെ, അവരുടെ എല്ലാ പ്രയത്നങ്ങളും വെറുതെയായി. 365 പേർ ചേർന്നുണ്ടാക്കിയ ആ മനോഹരമായ ശരീരം, അത് അനങ്ങുന്നില്ലായിരുന്നു. ചലനമില്ലാതെ, ജീവനില്ലാതെ, ഒരു ശൂന്യമായ പുറന്തോടു മാത്രമായി അത് അങ്ങനെ നിശ്ചലമായി കിടന്നു. അപ്പോ ഇവിടെയാണ് കഥയുടെ ഗതി മൊത്തത്തിലങ്ങ് മാറുന്നത്. യെൽദബോത്തിന് പണ്ട് നഷ്ടപ്പെട്ട ഒരു ദിവ്യശക്തിയുണ്ടായിരുന്നു. അത് തിരികെ പിടിക്കാൻ അവന്റെ അമ്മ തന്നെ ഒരു തന്ത്രം മെനഞ്ഞു. ഏറ്റവും രസകരമെന്താണെന്ന് വെച്ചാൽ, യെൽദബോത്തിന്റെ സ്വന്തം സൃഷ്ടിയെ തന്നെ അവനെതിരെ ഒരു കെണിയായി ഉപയോഗിക്കാനായിരുന്നു അവരുടെ പ്ലാൻ. അവരുടെ പ്ലാൻ സിമ്പിളായിരുന്നു, പക്ഷേ ഭയങ്കര പവർഫുള്ളും. ജീവനില്ലാതെ കിടക്കുന്ന ശരീരത്തിലേക്ക് സ്വന്തം ആത്മാവിനെ ഊതാൻ അവർ യെൽദബോത്തിനെ ഉപദേശിച്ചു. പാവം യെൽദബോത്ത്, അവൻ ഊതുന്നത് തന്റെ അമ്മയുടെ ദിവ്യശക്തിയാണെന്ന് അവൻ അറിഞ്ഞതേയില്ല. ആ ശക്തി അവനെ വിട്ട് ആദാമിന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ച ആ ഒരൊറ്റ നിമിഷം അത്ഭുതം സംഭവിച്ചു. ശരീരം പതിയെ ചലിച്ചു, ഉണർന്നു, പിന്നെ പ്രകാശിക്കാൻ തുടങ്ങി. പക്ഷേ ഉണ്ടായ ഫലം അതവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ജീവൻ വെച്ച ആദാം അവരുടെ ഒരു കളിപ്പാവയായിരുന്നില്ല. നേരെ മറിച്ച് അവനെ സൃഷ്ടിച്ച ആ അസുരന്മാരെക്കാൾ എത്രയോ മടങ്ങ് ഉയർന്ന ബുദ്ധിയും പ്രകാശവുമുള്ള ഒരു അസ്തിത്വമായി അവൻ മാറി. ഇത് കണ്ടതും സ്രഷ്ടാക്കൾ ശരിക്കും ഞെട്ടിപ്പോയി.
അവർക്ക് അഭിമാനമൊന്നുമല്ല തോന്നിയത്, പകരം കടുത്ത അസൂയയും ഭയവും. കാരണം തങ്ങളുണ്ടാക്കിയ ആ പകർപ്പ് അത് തങ്ങളെക്കാൾ എത്രയോ മികച്ചതായി മാറിയിരിക്കുന്നു. അപ്പോ ആ വ്യത്യാസം വളരെ വ്യക്തമായിരുന്നു അല്ലേ? ആദാം പ്രകാശത്തിൽ തിളങ്ങി നിന്നപ്പോൾ അവനെ ഉണ്ടാക്കിയവരാകട്ടെ അസൂയയുടെ ഇരുട്ടിൽ ജീവിച്ചു. ചുരുക്കി പറഞ്ഞാൽ പകർപ്പ് ഒറിജിനലിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായി മാറി. തങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത, തങ്ങളെക്കാൾ മികച്ചതായി മാറിയ ആ സൃഷ്ടിയെ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവസാനത്തെ ഒരു പ്രതികാരമെന്നോണം അവർ ആദാമിനെ ഭൗതിക ലോകത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള ഇരുട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് തടവിലാക്കി. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. കാരണം അത്രയും ആഴത്തിലുള്ള ആ വീഴ്ചയിലും ഒരു പ്രത്യാശയുടെ ചെറിയൊരു വെട്ടം തെളിയുന്നുണ്ടായിരുന്നു. മുകളിൽ നിന്ന് കാരുണ്യമുള്ള ഒരു ശക്തി ആ വീണുപോയ മനുഷ്യന് സഹായിക്കാൻ തീരുമാനിച്ചു. ആ സഹായത്തിനൊരു പേരുണ്ട്, എപ്പിനോയ. ജീവൻ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇത് വെറുമൊരു പുറത്തുനിന്നുള്ള സഹായമല്ല കേട്ടോ, മറിച്ച് മനുഷ്യന്റെ ഉള്ളിൽ തന്നെ നഷ്ടപ്പെട്ടുപോയ ദിവ്യബോധത്തിന്റെ ഒരു തീപ്പൊരിയാണ്. മനുഷ്യരാശിയെ വീണ്ടെടുക്കാനും അവരെ പൂർണ്ണതയിലേക്ക് തിരികെ കൊണ്ടുപോകാനുമായി അയക്കപ്പെട്ട ഒരു രഹസ്യ വഴികാട്ടി. പക്ഷേ ഈ സഹായം ഒരു വലിയ രഹസ്യമായിരിക്കണമായിരുന്നു. അതുകൊണ്ട് പ്രകാശം നിറഞ്ഞ ഈ എപ്പിനോയയെ ആദാമിൽ ഒളിപ്പിച്ചുവെച്ചു. എന്തിനാ? അവനെ ഉണ്ടാക്കിയ ഭരണാധികാരികൾ അവളെക്കുറിച്ച് അറിയാതിരിക്കാൻ. അപ്പോ ഇത് പുറത്തുനിന്ന് വരുന്ന ഒരു രക്ഷകനല്ല, മറിച്ച് ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ നിന്നുണരേണ്ട ഒരു ശക്തിയാണ്. അപ്പോ ഈ കഥ നമ്മളെ ഒരു വലിയ ചോദ്യത്തിനു മുന്നിലാണ് കൊണ്ടുനിർത്തുന്നത്. നമ്മുടെ ഈ ലോകം ഒരു ഉയർന്ന യാഥാർത്ഥ്യത്തിന്റെ ഒരു പകർപ്പ് മാത്രമാണോ? നമ്മൾ ഓരോരുത്തരും അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന, ഉണർത്തപ്പെടാൻ കാത്തിരിക്കുന്ന ഒരു ദിവ്യമായ തീപ്പൊരിയാണോ? ഇതൊരു വെറും കെട്ടുകഥയായി തള്ളിക്കളയാമോ? അതോ ഇതിലൊരു വലിയ സത്യമുണ്ടോ? ഒരുപക്ഷേ ആ ഉത്തരം നമ്മൾ തേടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയാവാം.